കാര്യം കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഡിന്നറിന് ഞാൻ കഴിച്ച സാലഡ് ഭയങ്കര വർത്ത് തന്നെയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എന്താ കഴിച്ചതെന്നും കൂടി ഇന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ബക്വീറ്റിൻ്റെ ദോശ, കുറച്ച് കടല ആൻഡ് കാടുമുട്ട, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഈ ബക്വീറ്റ് ആക്ച്വലി കുറച്ച് കാശ് കൂടുതലാണ്, നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് കാർബോഹൈഡ്രേറ്റിന്. പക്ഷേ ക്യാഷ് കൂടുതലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റാഗിയോ മറ്റുള്ള മില്ലറ്റ്സിൻ്റെയൊക്കെ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ്. ആക്ച്വലി ഇതെല്ലാം ഞാൻ വാങ്ങുന്നത് ഇൻസ്റ്റമാർട്ടിൽ നിന്നാണ്. നമുക്ക് അധികം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇൻസ്റ്റമാർട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ ആമസോണിലും അവൈലബിൾ ആയിട്ടുണ്ട് പലതും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും റെസിപ്പി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ദിവസം തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഡിന്നറിനുണ്ടാക്കിയ സാലഡിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ലഞ്ചിന് എന്താ കഴിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. കുറച്ച് ചോറ്, കുറച്ച് മീൻകറി, കുറച്ച് തോരൻ ആൻഡ് കുറച്ച് കടലക്കറി, ഇതായിരുന്നു ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്യുക്കുംബർ, ക്യാരറ്റ്സ്, ലെറ്റസ്, ടൊമാറ്റോ, പനീർ, പൊമഗ്രനേറ്റ് സീഡ്സ്, പുളിയില്ലാത്ത തൈര്, പീനട്ട് ബട്ടർ, സോൾട്ട്, പെപ്പർ, സെസമി സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്. ഇതിനൊന്നും ഒരു പ്രത്യേക അളവുകളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഐബോളിംഗ് ആണ് മെയിനായിട്ട്. നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കമൻസിൽ കണ്ട ഒരു സജഷനായിട്ടാണ് പീനട്ട് ബട്ടർ ഞാൻ സാലഡ്സിൽ ആഡ് ചെയ്ത് തുടങ്ങിയത്. ആക്ച്വലി അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പീനട്ട് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ 100% പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഷുഗറോ വേറുള്ള ഇൻഗ്രീഡിയൻസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പീനട്ട് ബട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ പൊമഗ്രനേറ്റ് സീഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു സ്വീറ്റ്നെസ് കിട്ടാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അതൊരു ഇങ്ങനെ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. സീഡ്സ് ആഡ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ആ ക്രഞ്ചിനെസ്സും സാലഡ് കൊണ്ടുവരാൻ പറ്റും. എനിക്കൊരു തോന്നിയൊരു കാര്യം, സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, അതിനകത്തുള്ള ടെക്സ്ചറും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വെജീസ് ഏത് രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്തുള്ള ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അതിൻ്റെ ഡ്രസ്സിങ്, ഇതെല്ലാം ഈ ഒരു ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. എനിക്കെന്തോ പൊതുവെ സാലഡ്സ് ഇഷ്ടമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ആ ഒരു സംഭവം അത് ഉണ്ടെങ്കിൽ ഒരു തൃപ്തി ആവുള്ളൂ എന്നുള്ള ആളുകളും ഉണ്ടാവാം. പക്ഷേ എനിക്കെന്തോ ഇതൊരു മീൽസായിട്ട് കഴിക്കുമ്പോൾ എനിക്കും നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെയാണ് തോന്നാറ്. സോ ഫില്ലിംഗ്, സോ ടേസ്റ്റ്. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻസിൽ അറിയിക്കണം. പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള സജഷൻസോ, ലൈക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്യുന്നതൊക്കെ, അങ്ങനെയുള്ള സജഷൻസോ നല്ല രീതിയിൽ എന്നെ ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ സജഷൻസ് എനിക്ക് വേണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോയിൽ ഈ സ്റ്റീവിയ പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നത് ഫോർ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സിംഗിൾ ഡ്രോപ്പ് തന്നെ മതി ഒരു ഗ്ലാസ് ഓഫ് കോഫി എല്ലാം സ്വീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ലായിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ്ലി ആമസോണിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു.